അവർക്കെതിരെ വർഗീയത പറയുന്നതിന് യാതൊരു പ്രശ്നങ്ങളും. ഇപ്പോൾ ട്രെയിൻ തീവെപ്പ് നടക്കുമ്പോൾ പിന്നെ എവിടുന്നാണ് പിടിച്ചിരിക്കുന്നത്, എവിടുത്തെ ആളാണ്, ഡൽഹിയിലെ സ്ഥലത്തെ ആളാണ്, എന്നാൽ പിന്നെ എന്താണ്, അധികം തെളിവ് ആലോചിക്കേണ്ടതില്ല എന്നാണ്. അപ്പോൾ ഒരു മുസ്ലിം നാമധാരിയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ വർഗീയത ആരോപിക്കുന്നതിൽ യാതൊരുവിധ മനസാക്ഷിക്കുത്തും ആവശ്യമില്ല എന്നുള്ളിടത്തേക്ക് സമൂഹമെത്തി അതിനെ പ്രതിരോധിക്കേണ്ട, അതിനെതിരെ നിലപാടെടുക്കേണ്ട ഇടതുപക്ഷം, അതിനകത്തിനുള്ള വിദ്യാർത്ഥി സംഘടന ഇതേ ആശയത്തോടൊപ്പം നിൽക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ വന്ന പുഴുക്കത്തിൻ്റെ ഏറ്റവും ആഴമുള്ള ഇതാണ്. ഇവിടെ ആലോചിച്ച് നോക്കൂ. എനിക്ക് എൻ്റെ മനസ്സിൽ വന്നൊരു മറ്റൊരു ചിന്ത എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇവർ CPM എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നാണല്ലോ. അപ്പോൾ കമ്മ്യൂണിസം മാർക്സിസം എന്ന് പറയുന്നത് ശരിക്ക് ഒരു ദർശനമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അവർക്ക് സംഘടിക്കാമെങ്കിൽ എന്തുകൊണ്ട് മറ്റു ദർശനങ്ങൾ സ്വീകരിച്ച, മതം എന്നതിലപ്പുറം മറ്റു ദർശനങ്ങൾ സ്വീകരിച്ച അതിൻ്റെ ആ ആശയങ്ങൾക്കനുസരിച്ചുകൊണ്ട് സംഘടിക്കാൻ എന്തുകൊണ്ട് പറ്റൂല? ഈ അടവ് നയത്തിൻ്റെ ഭാഗമായോ അല്ലാതെയോ കൊണ്ടോ അവസരവാദ രാഷ്ട്രീയം മുതലെടുത്തുകൊണ്ട് വലിയ വലിയ പ്രസ്ഥാനങ്ങളുടെ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പോലും വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന രൂപത്തിലുള്ള വർഗീയ ചാപ്പകൾ പല പ്രസ്ഥാനങ്ങൾക്കും എതിരെ ഉന്നയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ മുഖം തന്നെ വികൃതമാക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം വേറൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ വർഗീയ കക്ഷിയായിട്ട് ചിത്രീകരിക്കുകയുണ്ടായി. എന്താണ് അതിൽ അമീദ് മാഷിന് പറയാനുള്ളത്? ഇതിലൊരു വേദനാജനകമായി തോന്നുന്നൊരു കാര്യം, ഇപ്പം നമ്മൾ ഈ അഡൽട്ട്സ് ആയിട്ടുള്ള ആളുകൾ അവനവൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി പല ഗിമ്മിക്കുകളൊക്കെ കളിക്കും. പക്ഷെ എല്ലാ കാലഘട്ടത്തിലും നീതിക്ക് വേണ്ടി, പലപ്പോഴും വിപ്ലവാഭിമുഖ്യത്തോടെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി ദുരിതങ്ങളും ത്യാഗങ്ങളൊക്കെ സഹിക്കാൻ തയ്യാറായിട്ടുള്ളത് വിദ്യാർത്ഥി സമൂഹമാണ്. ഇവിടെ ഇപ്പം നമ്മൾ കാണുന്ന വെച്ചാൽ അതിലേക്ക് കൂടെ, അതിൻ്റെ ആ ഒരു തട്ടിലേക്ക് കൂടെ എന്ത് ചെയ്യുക, ഇതേ സാധനത്തെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളൊരു ഭയപ്പാടാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ഇലക്ഷനിലൊക്കെ ഇത് നേരത്തെ കേട്ടൊരു കാര്യം. ഇപ്പോൾ വടകര ഇലക്ഷൻ നടന്നപ്പോൾ അതിൽ സ്ക്രീൻഷോട്ട് എന്നുവെച്ചാൽ എൻ്റെ ഉദ്ദേശം തന്നെയാണ് ഈ പറഞ്ഞ പോലെ അവിടെ വർഗീയതയാണ് കളിച്ചതെന്നുള്ളത്. പാലക്കാട് ഇതേ മതം വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം നിലമ്പൂർ ഇലക്ഷൻ നടന്നപ്പോൾ അവിടെ ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ വരുന്ന പ്രസ്താവന എന്താണ്, ഇത് ഈ വർഗീയ എന്നുള്ളൊരു സാധനം വെച്ച് വിളമ്പിയിട്ടാണ് വിജയിച്ചെന്നുള്ളത്. അപ്പം ഇത് ഒരു ആകസ്മികമായി സംഭവിച്ച ഒന്നല്ല എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഇതെങ്ങനെയോ ട്രെയിനിങ് കൊടുത്ത പോലെയാണ്. ഇതേ സാധനം എന്ത് ചെയ്യുക, ഈ ഇലക്ഷനിൽ, സ്കൂൾ ഇലക്ഷനിൽ അല്ലെങ്കിൽ കോളേജ് ഇലക്ഷനിലൊക്കെ ഈ സാധനമാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും ബാലിശമായ കാര്യം എന്താ വെച്ചാൽ, നമ്മളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നവരാണ്, അല്ലെങ്കിൽ അതറിയുന്നവരാണ്. ആ ഒരു പ്രായത്തിൽ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുക എന്നുള്ളതും ഏത് രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളത് വ്യക്തമാണ്. ഇത്തരം കാര്യങ്ങളോട് എന്തായാലും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു വിഭാഗമാണ് ആ യുവത്വമെന്ന് പറയുന്നത്. അപ്പോൾ അതിന് അത്തരത്തിലുള്ള ഇവിടെ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇതിപ്പോൾ നമ്മൾ സാധാരണ സംഖ്യകൾ എന്ന് പറയുന്നവർ പറയുകയാണെങ്കിൽ അതിന് കിട്ടുന്നൊരു മൈലേജ് കുറവാക്കാരം, അതുപോലെ അതേ പറയുള്ളൂ നമുക്കറിയാം. പക്ഷെ ഇവിടെ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരിത് പറയുന്നത്. അതാണ് ഇതിനകത്ത് അപകടകരം എന്ന് പറയുന്നത്. കാരണം ഏതൊരു കാര്യത്തിനും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എൻഡോഴ്സ്മെൻറ്റ് കിട്ടാൻ ഒരു മീഡിയ ചർച്ച നടക്കുകയാണെങ്കിലും മുസ്ലിങ്ങളെ ഒന്ന് അടിക്കണം എന്ന് വെക്കുക, അതിനെന്താ ചെയ്യുക, ഒരു MN കാർഷികയെ പിടിച്ചു കൊടുത്തിട്ട് അവിടെ ഇടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു സുഹറ മാഡത്തെ പിടിച്ചു കൊടുത്ത് ഇടുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ഫേസിൽ നിന്നുകൊണ്ടുള്ള അടി കൊടുക്കാൻ വേണ്ടി. ഇവിടെ അതുപോലെയാണ് സമൂഹത്തിൽ സെക്കുലർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവ പാർട്ടി എന്ന് പറയുന്ന ഒരു വിഭാഗം എന്ത് ചെയ്യുന്നു, ഈ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സംഖ്യ ആരോപണം പോലെ ലളിതമായി തള്ളിക്കളയാൻ പറ്റില്ല എന്ന ഒരു നരേഷനിലേക്ക് പോയി കിട്ടും. ഇത് അവരും ആ പ്രിവിലേജാണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. അത് അപകടകരമാണെന്ന് യാതൊരു സംശയവുമില്ല. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ പൊതുവായി രൂപപ്പെട്ടൊരു ഒരു സ്വഭാവം എന്താണ്, മുസ്ലിങ്ങളാണെങ്കിൽ അവരെന്ത് ചെയ്യാം, എന്തും പറയാം, അവർക്കെതിരെ വർഗീയത പറയുന്നതിന് യാതൊരു പ്രശ്നങ്ങളും. ഇപ്പോൾ ട്രെയിൻ തീവെപ്പ് നടക്കുമ്പോൾ പിന്നെ എവിടുന്നാണ് പിടിച്ചിരിക്കുന്നത്, എവിടുത്തെ ആളാണ്,
ഡൽഹിയിലെ സ്ഥലത്തെ ആളാണ്. എന്നാൽ പിന്നെ എന്താണ്, അധികം തെളിവ് ആലോചിക്കേണ്ടതില്ല എന്നാണ്. അപ്പോൾ ഒരു മുസ്ലിം നാമധാരിയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ വർഗീയത ആരോപിക്കുന്നതിൽ യാതൊരുവിധ മനസ്സാക്ഷിക്കുത്തും ആവശ്യമില്ല എന്നുള്ളിടത്തേക്ക് സമൂഹമെത്തി അതിനെ പ്രതിരോധിക്കേണ്ട, അതിനെതിരെ നിലപാടെടുക്കേണ്ട ഇടതുപക്ഷം, അതിനകത്തിനുള്ള വിദ്യാർത്ഥി സംഘടന ഇതേ ആശയത്തോടൊപ്പം നിൽക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ വന്ന പുഴുക്കത്തിൻ്റെ ഏറ്റവും ആഴമുള്ള ഇതാണ്. ഇവിടെ ആലോചിച്ച് നോക്കൂ, ഈ മുകളിലിപ്പോൾ എല്ലാ കാര്യത്തെയും ജിഹാദാക്കി ആണ് ചെയ്യുന്നത്. അത് ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, പിന്നെ അതുപോലെ ഇപ്പോൾ ഒരുപക്ഷെ ഇതെന്ത് ചെയ്യും, ഇനിയിപ്പോൾ ഒരു വിദ്യാർത്ഥി വോട്ടിംഗ് ജിഹാദായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, പറഞ്ഞുകൂടായി എന്നും ഇല്ല, നാളെ വരാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ഞാൻ കണ്ട ഏറ്റവും എനിക്ക് ഒരു തരം തമാശയായി തോന്നിച്ചാൽ, ഖുർആൻ പിടിച്ച് സത്യം ചെയ്ത് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇങ്ങനെ ഖുർആനായിട്ട് ഇങ്ങനെ സ്ഥാനാർത്ഥികൾ വന്നിട്ട് ഓരോരുത്തരുടെ കൈ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു ഇതിന്. അപ്പോൾ അതിനർത്ഥം എന്താണ്, ഈ കോളേജുകളിലെല്ലാം ഭൂരിപക്ഷം മുസ്ലിങ്ങളാണെന്നാണല്ലോ, അല്ലെങ്കിൽ ഖുർആൻ കണ്ടാൽ പേടിക്കുന്ന മുസ്ലിങ്ങളാണെന്നോ, എന്താ ഇപ്പോൾ എൻ്റെ ഉദ്ദേശം. അല്ലെങ്കിൽ അവരൊക്കെ ഇത് കണ്ട് എന്ത് ചെയ്യും, ഇത് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നുണ പറയില്ല എന്ന്. അപ്പോൾ ഇതൊക്കെ ഇപ്പം നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ അത് പറഞ്ഞതേപോലെ തന്നെയാണ്. മനുഷ്യർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു യുക്തി പറയുന്നതിൽ എന്തുണ്ട്, ന്യായമുണ്ട്. ഇവിടെ ഈ ഇപ്പം നമ്മൾ ഈ പ്രണയം നടിച്ചാൽ വീഴെന്ന് പറഞ്ഞില്ലേ, മുസ്ലിങ്ങൾ പോയിട്ട് പ്രേമിച്ചാൽ ഉടനെ എന്ത് ചെയ്യും മറ്റുള്ളവർ. ഇതേപോലെ തന്നെയാണ് എന്ത്, മുസ്ലിങ്ങൾ പോയിട്ട് വോട്ട് ചോദിച്ചാൽ, പ്രത്യേകിച്ചും വർഗീയത പറഞ്ഞ് വോട്ട് ചോദിച്ചാൽ പിന്നെ വീഴാതിരിക്കാൻ എന്ത് കഴിയില്ല എന്നുള്ളതാണ് യുവത്വത്തിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇതെനിക്ക് മനസ്സിലാവുന്ന വെച്ചാൽ, അതിൻ്റെ കാര്യം പറഞ്ഞത് MSF, അതാ പേര് തന്നെ കണ്ട അതിൻ്റെ ഫുൾ ഫോം എടുത്താൽ തന്നെ എനിക്ക് എന്ത് ചെയ്യാം, അത് വർഗീയ പാർട്ടിയാണെന്ന് മനസ്സിലാകുമെന്നുള്ളതാണ്. അപ്പോൾ ഈ മുസ്ലിം ലീഗിനെ തങ്ങളോടൊപ്പം ചേർത്ത ഒരു ആദ്യത്തെ രാഷ്ട്രീയ കക്ഷി ആരാണ്, ഇടതുപക്ഷമാണ്. ഇപ്പം നമുക്കറിയാം, 2 കൊല്ലം മുമ്പ് പോലും ഇതിൽ വീണ്ടും ശ്രമിച്ചില്ലേ, വരികയാണെങ്കിൽ ഇനി നാളെ ലീഗ് ചെല്ലുമെന്ന് പറഞ്ഞാൽ എന്താണ്, എടുക്കൂലേ, ഒരു സംശയവും വേണ്ട, എടുത്തോളും. അപ്പോൾ ഇത്രമാത്രം ഈ കാലത്തിനനുസരിച്ചിട്ടുള്ള ഒരു കോലം കെട്ടലിലേക്ക് പോകുന്നുള്ളത് രാഷ്ട്രീയ വിശ്വാസ്യതയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് മനസ്സിലാവുന്ന വെച്ചാൽ, സ്വതരാഷ്ട്രീയത്തിനെന്നും ഇടതുപക്ഷം എതിരാണ്. അതായത് ഈ പറയുന്ന ഇന്ത്യയിലെ സ്വതരാഷ്ട്രീയം ഉയർന്നു വന്നപ്പോൾ 1980 ഇന്ത്യയിൽ എന്ത് ചെയ്തു, ഇപ്പോൾ ഈ മണ്ഡലത്ത് കമ്മീഷൻ വന്നതോടെ തന്നെ മെല്ലെ പോലെ ഉയർന്നു വന്നു. ഇതിൻ്റെ അനുരണങ്ങൾ ഇടതുപക്ഷത്തിന് ശക്തിയുള്ള രാജ്യങ്ങളിൽ സംസ്ഥാനങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ വന്നത്. അതിൻ്റെ ഒരു അനുരണമായിരുന്നു കേരളത്തിലും. ഇപ്പോൾ നമുക്കറിയാം, ഈ KN കുഞ്ഞാമനെ പോലുള്ള ആളുകളൊക്കെ പിന്നെ അങ്ങോട്ട് മൂലക്കിരുത്തി. അതിൻ്റെ കാരണം എന്തായിരുന്നു, അദ്ദേഹം വേറൊന്നും പറഞ്ഞില്ല, ഇന്ന മുസ്ലിമായിട്ട് അംഗീകരിക്കണമെന്നല്ല, ഇങ്ങനൊരു ആശയമുണ്ട്, ആ ആശയത്തെ ഇടതുപക്ഷം ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നെന്ത് ചെയ്തു വാദിച്ചു. ആ സ്വതരാഷ്ട്രീയത്തെ കുറിച്ച് പറയാൻ ശ്രമിച്ചവരൊക്കെ മൂലക്ക് ഇരുത്തുകയാണ് പിന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ദളിത് രാഷ്ട്രീയത്തെ, അല്ലെങ്കിൽ ദളിതന്മാർക്ക് പ്രത്യേകമായ ചില പ്രശ്നങ്ങളുണ്ട്, ഐഡൻറ്റിറ്റിയുടെ പ്രശ്നമുണ്ട്, മുസ്ലിങ്ങൾക്കതുണ്ട്, സോഷ്യലിസം കൊണ്ട് മാത്രം പരിഹരിക്കാൻ പറ്റുന്നതല്ല, ഇവർ പറയുന്ന വിപ്ലവം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതല്ല, ജാതിക്ക് ഇവിടെ പ്രശ്നങ്ങളുണ്ട്. ഈ ചില അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാത്ത ഒരു രാഷ്ട്രീയ സിദ്ധാന്തമായിട്ട്, അല്ലെങ്കിൽ അത്ര ഒരു പ്രയോഗവൽക്കരണവുമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ അപകടങ്ങൾ ഇപ്പോൾ കൂടുതൽ പ്രകടമാവുകയാണ്. കാരണം ഇപ്പം നിൽക്കക്കളിയില്ല, വിപ്ലവം പറയുന്നുണ്ട് എപ്പോഴും ഇല്ലല്ലോ. വിപ്ലവം പറയാനില്ലേ പിന്നെന്താണ്, വർഗരാഷ്ട്രീയം പറയാനില്ലേ പിന്നെ വർഗീയ രാഷ്ട്രീയം പറയേണ്ട അവസ്ഥയിലേക്ക് പോകുന്നില്ല. നമുക്കിതിനകത്ത് സന്തോഷം ശരിക്കില്ല. പക്ഷെ ചിലൊരു ഇടതു ഇസ്ലാമോഫോബിയ അറിഞ്ഞോ അറിയാതെയോ വളർത്തപ്പെടുന്നുണ്ട്. അതിപ്പോൾ ദാവൂദിൻ്റെ സൃഷ്ടിയാണെന്നൊന്നും പറഞ്ഞിട്ടെന്തില്ല കാര്യമില്ലല്ലോ. കാരണം ഇത് നമ്മുടെ വെച്ചാൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ചില ബാലൻസുകൾ, ആ ബാലൻസുകളിൽ ഇടതുപക്ഷത്തിന് റോൾ ഉണ്ടായിട്ടുണ്ട്. ആ റോളുകൾ അവർ തന്നെ കൈവടിയുന്നൊരവസ്ഥ വരുന്നത് എന്തായാലും നമ്മുടെ ഈ രാഷ്ട്രീയ സ്വതത്തിന് മാത്രമല്ല, സാമൂഹ്യ ആരോഗ്യത്തിനും അപകടകരമാണ് എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഈ MSFൻ്റെ ഒരു സംസ്ഥാന പ്രസിഡൻറ്റിനെ അങ്ങനെ വ്യക്തിപരമായിട്ട് കൂടെ കടന്നാക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, അവർ പറയും അവർക്കേറ്റ തിരിച്ചടിക്ക് ഉള്ളൊരു മറുപടി അല്ല എന്നുള്ളതാണ്. പക്ഷേ യാഥാർത്ഥ്യം നമുക്കറിയാലോ, ഈ കേരളത്തിലെ ക്യാമ്പസുകളെ അടക്കി വാണിരുന്ന ഇടതുപക്ഷത്തിന് സമീപകാലത്ത് അത്തരം ചില പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമായിട്ട് ഉൾക്കൊള്ളണ്ടേ. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥി നേതാക്കളെ സംബന്ധിച്ചോളം ആർക്ക് മറുപടി കൊടുക്കണം, മുകളിലുള്ള ആൾക്ക് മറുപടി കൊടുക്കണ്ടേ, അതിനെന്തെങ്കിലും ഒരു ഇത് വേണ്ടേ. അപ്പം ഇനി പറയാനുള്ളത് എന്താണ്, ഇവരൊക്കെ അവിടെ പോയിട്ട് എന്ത് ചെയ്തു, ഇത് കളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് തൽക്കാലം കിട്ടി, നമ്മളെ
നിലമ്പൂർ ഒരു കളിച്ച അതേ പരിപാടി, പാലക്കാട് ചെയ്ത അതേ പരിപാടി, വടകര നമ്മളൊരു ചെയ്തില്ലേ, ഇതേ പരിപാടി ഒരു എവിടെയും ചെയ്തു, ഈ ക്യാമ്പസുകളിലും ചെയ്തു എന്ന് പറഞ്ഞ് ഒരു ന്യായീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഈ മാറുന്നൊരു ക്യാമ്പസിൻ്റെ രാഷ്ട്രീയത്തെ മനസ്സിലാക്കാൻ ഇടതുപക്ഷം പരാജയപ്പെട്ടാൽ പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്കറിയാം, എൻ്റെ ഒരു അടുത്ത ഒരു വ്യക്തിയുടെ ഒരു മകൻ, അദ്ദേഹം JNUവിൽ പഠിക്കാൻ പോയി. അപ്പോൾ അദ്ദേഹത്തിന് യാതൊരുവിധ ഇടതുപക്ഷ ഇതും ഇല്ലാത്ത കക്ഷിയാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടെത്തച്ചാൽ അവിടെയുള്ള, അപ്പോൾ നമുക്കറിയാലോ ഇത് ഇടക്കാലത്ത് അവിടുത്തെ ഇടതുപക്ഷ ഇതിന് അധികാരം നഷ്ടപ്പെട്ടു, BJP എന്ത് ചെയ്തു, അത് IBP അധികാരത്തിൽ വന്നു. അവിടെ SFI എന്നിട്ട് എല്ലാവരും മത്സരിക്കാറില്ല, പക്ഷെ അതൊരു ഒരു ജോയിൻ്റ് ഇതാണ്. അപ്പം പിന്നീട് അതിനെ പ്രതിരോധിച്ച് വീണ്ടും മുന്നോട്ട് വരുന്നത് അവിടുത്തെ ഇടതുപക്ഷ ഈ വിദ്യാർത്ഥി സംഘടനകളായിരുന്നു. അപ്പോൾ അതിനോട് ആകർഷണനായിട്ട് അവൻ സ്വാഭാവികമായിട്ടും അതിനകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഈ വർഷം അവനെ ഇലക്ഷനിൽ മത്സരിക്കേണ്ടതെന്നാണ് ഇത്. അപ്പോൾ വെച്ചാൽ അത് എന്തുകൊണ്ടാണ് എന്തിനാണോ ഈ രാജ്യത്തെ സെക്യുലറിസത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ജനനന്മയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നത് ആരാണോ അതിനോടൊപ്പം നിൽക്കുവാൻ ഇവിടുത്തെ ഒരു യുവത്വം തയ്യാറാകുന്നുണ്ട്. അത് മുസ്ലിങ്ങളാണെങ്കിൽ അല്ലെങ്കിലും ഒക്കെ ഉണ്ട്. ഈ ഒരു യാഥാർത്ഥ്യത്തെയാണ് SFI ഇവിടെ അറിയാതെ തള്ളിപ്പറഞ്ഞതെന്നുള്ളതാണ്. അത് അവർക്ക് ഗുരുതരമായ ഒരു വഴി തിരിവിന് കാരണമായി തീരും. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ കുട്ടികൾ ഇതിൻ്റെ പല കാര്യങ്ങളിലും ആകർഷകരായിട്ട് അതിലേക്ക് മുന്നോട്ട് വരുമ്പോൾ ഇപ്പോൾ ലക്ഷക്കണക്കിന് ക്യാമ്പസ് വിദ്യാർത്ഥികളുണ്ട്. ഈ മുസാഫ് പിടിച്ച് സത്യം ചെയ്തിട്ടാണ് വോട്ട് ചോദിക്കുന്നതൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ മുമ്പിൽ അപഹാസ്യരാവാണല്ലോ. എത്ര ബാലിശമായിട്ടാണ് കാര്യങ്ങൾ ഉന്നയിക്കുന്നത് മാത്രമല്ല ഈ കുട്ടികളൊക്കെ എന്താ മൂക്കത്ത് വല്ലത് ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ ഓരോ ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞു പോയാൽ ഇവർക്ക് അതുകൊണ്ട് നേട്ടം വല്ലതും കിട്ടുമോ, അതോ ഇതൊരു അവസരവാദ നയമായിട്ട് തന്നെയാണല്ലോ എടുക്കുന്നത്? ഇതിപ്പോൾ കേരളത്തിലെ CPM ആണ് ഇപ്പോൾ നാട് ഭരിക്കുന്നത്. ഇപ്പോൾ ഒരു 2ാം തവണയും അവർ വിജയിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ശരിക്ക് മുമ്പ് വാജ്പേയി ഭരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു മിതവാദം ആയിരുന്നു അയാൾക്കുണ്ടായിരുന്നതാണ്. പക്ഷെ എങ്കിലും അയാൾ കുറേ ഇതേപോലെ തന്നെ ഉദ്യോഗ തലങ്ങളൊക്കെ കുറേ പക്ഷെ അത് പുറത്തേക്ക് വരുന്നത് പിന്നീട് നരേന്ദ്രമോദി ഇതാണല്ലോ. എന്നതുപോലെ ഇവർക്ക് കുറച്ചുകൂടി സമയം കിട്ടുന്നതിനനുസരിച്ചാണ് ഇവരുടെ ശരിയായ തനി നിറം വരുന്നത്. അപ്പം അതിൽ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് സച്ചാർ സമിതി റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ ഇന്ത്യയിൽ സംഘപരിവാരങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടെയുള്ള മുസ്ലിങ്ങൾ ഞങ്ങൾ ദേശീയവാദികളും അതേപോലെ തന്നെ തീവ്രവാദികളല്ല എന്നും ഭീകരവാദികളല്ല എന്നും തെളിയിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു ഗതികേടുണ്ട്. എന്നതുപോലെ പശ്ചിമ ബംഗാളിൽ അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ സെക്യുലറാണ് എന്ന് ആവർത്തിച്ച് തെളിയിച്ചു കൊണ്ടിരിക്കേണ്ട വല്ലാത്തൊരവസ്ഥ ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേ ഒരു തലത്തിലേക്കാണ് ശരിക്കും നമ്മൾ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കൊണ്ടുപോകുന്നത് എന്നതാണ് എനിക്ക് സമീപകാലങ്ങളിലെ സംഘങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ഇപ്പോൾ നേരത്തെ ചോദിച്ച പോലെ തന്നെ ക്യാമ്പസിൽ ശരിക്കും പറഞ്ഞാൽ ഈ SFI എന്ന് പറയുന്ന സംഘടനയ്ക്ക് വലിയ ആശയപരമായ പരാജയം എന്ന് പറഞ്ഞാൽ വളർന്നു വരുന്ന തലമുറയെ അവരുദ്ദേശിക്കുന്ന തലത്തിൽ ലിബറൽ ചിന്താഗതികളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവർ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ ജില്ലാ സമ്മേളനങ്ങളൊക്കെ SFIൻ്റെ സമ്മേളനങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അതിൽ കൂടുതലായി മത വിഭാഗത്തെ ആക്രമിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കാറുള്ളത്. അതിൽ തന്നെ ഇസ്ലാമാണ് അവർ ശത്രുവായിട്ട് കാണാറുള്ളത് ആശയപരമായി. അപ്പോൾ അതിലൊക്കെ നമ്മൾ മുസ്ലിം പെൺകുട്ടികളുടെ തട്ടം, അതുപോലെ മുസ്ലിം ഐഡൻറ്റിറ്റി, ഇതൊക്കെ ഒരു സംശയാസ്പദമായി യുവാക്കളുടെ മനസ്സുകളിലേക്ക് ഇട്ടുകൊടുക്കാൻ അത് ക്യാമ്പസുകളിൽ ചിത്രങ്ങളായും അതേപോലെ സംഗതികളൊക്കെ നമുക്കറിയാലോ. ഇപ്പോൾ ഈ ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള അവരുണ്ടാക്കിയിട്ടുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, ഫ്ലക്സ് കാര്യങ്ങളൊക്കെ, സെക്ച്വലായിട്ടുള്ള സംഗതികളൊക്കെ. അപ്പോൾ അത് സ്വീകാര്യമല്ല ഇപ്പോഴത്തെ തലമുറക്ക് എന്ന് തിരിച്ചറിയാനാണ് അവർ ശ്രമിക്കേണ്ടിയിരുന്നത്. അതിന് പകരമായി അവർ വീണ്ടും ഇതേപോലെ ലിബറൽ ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനെ ബുദ്ധിയുള്ള തലമുറ കണ്ടറിഞ്ഞ് തന്നെ അവർ അകറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് കേരളത്തിലെ പല ക്യാമ്പസുകളും അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവർ മുസ്ലിങ്ങളെയാണ് ചാപ്പ കുത്തുന്നത്. ഇപ്പോൾ നേരത്തെ മാഷ് സൂചിപ്പിച്ചപ്പോൾ MSF മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ, അതിൽ മുസ്ലിം എന്ന നാമമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെ ഉണ്ടല്ലോ. ഇപ്പോൾ ഇന്നലെ അവരുടെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ ഇന്ന് രാവിലെയാണ് തോന്നുന്നു
അവരുടെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. MSF എന്ന് കേട്ടാൽ തന്നെ അതിലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിൽ മുസ്ലിം എന്ന് പറഞ്ഞ പേരുണ്ട്. അപ്പോൾ മുസ്ലിം എന്ന പേരിൽ സംഘടിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾ സംഘടിക്കാൻ പാടില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞ ഒരു പൊളിറ്റിക്സ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ ഒരുപാട് ആ നിലക്ക് ന്യൂനപക്ഷ സംഘങ്ങൾ സംഘടിച്ചിട്ടുള്ള രാഷ്ട്രീയം നമുക്കറിയാം. ഇപ്പോൾ തമിഴ്നാട് നോക്കിയാലും കേരളം നോക്കിയാലും മറ്റുള്ള സ്റ്റേറ്റുകളൊക്കെ നോക്കിയാലൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വന്നൊരു മറ്റൊരു ചിന്ത എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവർ CPM എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നാണല്ലോ. അപ്പോൾ കമ്മ്യൂണിസം മാർക്സിസം എന്ന് പറയുന്നത് ശരിക്ക് ഒരു ദർശനമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അവർക്ക് സംഘടിക്കാമെങ്കിൽ എന്തുകൊണ്ട് മറ്റു ദർശനങ്ങൾ സ്വീകരിച്ച മതം എന്നതിലപ്പുറം മറ്റു ദർശനങ്ങൾ സ്വീകരിച്ച അതിൻ്റെ ആ ആശയങ്ങൾക്കനുസരിച്ചുകൊണ്ട് സംഘടിക്കാൻ എന്തുകൊണ്ട് പറ്റില്ല? അപ്പോൾ ഇത് ഒരു ശരിക്കും എന്ന് വെച്ചാൽ ഒരു ഫാസിസമാണത്. ഈ ഒരു ഫാസിസ്റ്റ് മൈൻഡാണ് യഥാർത്ഥത്തിൽ ഇവർ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ SFI പോലെയുള്ള സംഘടനകൾ നേരത്തെ മാഷ് പറഞ്ഞ തന്നെ ഒരു വിപ്ലവാത്മകമായി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നവരാണ്. കൂടുതൽ ഗവേഷണാത്മകമായ തലങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം ഇവരുടെ നേതാക്കൾ തന്നെ പല ബിരുദങ്ങളും മോഷ്ടിക്കുന്ന ഒരവസ്ഥാവിശേഷമാണുള്ളത്. അതുപോലെ കുറുക്കു വഴികളിലൂടെ അവരുടെ ബിരുദങ്ങൾ കരസ്ഥമാക്കുന്ന ഒരു ശൈലി, പോക്കിരിത്തരം എന്നൊക്കെ പറയാവുന്ന വിധമുള്ള ആ നിലക്കുള്ള ഒരു ശൈലിയിലേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും വളർന്നു വരുന്ന തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർ ബുദ്ധിയുള്ളവരാണ്, വളരെയധികം ഇൻ്റലിജൻ്റാണ് അവർ. മാത്രമല്ല ഒരുപാട് സാങ്കേതികമായ ഒരുപാട് വികാസങ്ങളൊക്കെ ഉള്ള സമയത്ത് അവർക്ക് വൈജ്ഞാനികമായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വിഹരിക്കുന്ന ബുദ്ധിയാണ് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ. അവരെ ഇവരുടെ ഈ ഏതെങ്കിലും തരത്തിലുള്ള ഉരുക്കുവടി കൊണ്ട് തളച്ചിടാൻ വേണ്ടി അവർ ശ്രമിച്ചാൽ അത് നടക്കൂല എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം.